സൗഹൃദങ്ങളെ സഹോദരങ്ങളെ നമസ്കാരം. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാദങ്ങളും തർക്കങ്ങളുമൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈബർ ഇടങ്ങളിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ ചർച്ചയാകുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോൺഗ്രസ് കുറച്ചുകൂടി ജനാധിപത്യ സ്വഭാവം വെച്ചു പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായ സമന്വയവും ഏകീകരണവും ഒക്കെ ഉണ്ടാകും. അതിനുശേഷം മാത്രമേ അവരൊരു മുഖ്യമന്ത്രി പദത്തിൽ ആരാണ് എന്നതിനെക്കുറിച്ച് ഒരു പ്രഖ്യാപനം നടത്തുകയുള്ളൂ. കുറച്ചുകൂടി ജനാധിപത്യ സ്വഭാവം വെച്ച് പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എം എൽ എമാർ പിന്തുണയ്ക്കുന്നത് ആരെയാണ് എന്ന് നോക്കും. ഘടകകക്ഷികളുടെ അഭിപ്രായം സ്വരൂപിക്കും. എ കെ ആന്റണിയെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായം സമന്വയിപ്പിക്കും. അതിനുശേഷമായിരിക്കും ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്. കോൺഗ്രസ് കുറച്ചുകൂടി ജനാധിപത്യ സ്വഭാവം വെച്ചു പുലർത്തുന്നത് കൊണ്ട് ആണ് എന്നാണ് എൻ്റെ ഒരു വിശദീകരണം. സി പി എമ്മിനെ പോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകശിലാഘടകത്തിന് ചുറ്റും കറങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസ്. പാരമ്പര്യമായി കോൺഗ്രസിൻ്റെ സമീപനങ്ങൾ അങ്ങനെയാണ്. എല്ലാവരെയും സമന്വയിപ്പിച്ചും ഏകീകരിച്ചും കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ 1996 ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് സി പി എം അഭിമുഖീകരിച്ചിട്ടുണ്ട്. 1996 സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വി എസ് അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹം മത്സരിച്ചത് ഏതൊരു കുറ്റിച്ചൂല് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ചാലും വിജയിക്കുന്ന മാരാരിക്കുളം പോലെയുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിലായിരുന്നു. പക്ഷേ വിഭാഗീയതയുടെ ഭാഗമായി വി എസ് അച്യുതാനന്ദനെ അവിടെ പാർട്ടി പരാജയപ്പെടുത്തി. അത്രത്തോളമൊന്നും ഒരു ഗ്രൂപ്പ് തർക്കത്തിൻ്റെ ഒരു പാരമ്യതയൊന്നും ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇലക്ഷനിൽ മത്സരിച്ച ആരെങ്കിലും ഒക്കെ തന്നെ മുഖ്യമന്ത്രി ആകുമെന്നാണ് എൻ്റെ ഒരു വിശകലനം. 1996 നമുക്ക് തിരിച്ചു വരികയാണെങ്കിൽ അന്ന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാരാരിക്കുളത്ത് ഇലക്ഷനിൽ പരാജയപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്നെ പരിഗണിക്കാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന് പിന്നെ അവകാശവാദം ഉന്നയിക്കുവാൻ സാധ്യതയില്ല. അങ്ങനെ സി പി എം പിന്നെ ആ മുഖ്യമന്ത്രി തർക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ അന്ന് ഇനിയൊരിക്കലും മത്സരരംഗത്തേക്ക് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ഇ കെ നയനാർ വീണ്ടും അവകാശവാദമായി വരുന്നു. അദ്ദേഹവും സുശീല ഗോപാലുമായി തമ്മിൽ ചില മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയുള്ള ചില അവകാശവാദങ്ങളും അങ്ങനെ പാർട്ടിയിൽ വിഭാഗീയതയും ഒക്കെ രൂപപ്പെടുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിനുശേഷം സി പി എം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുവാൻ എടുത്ത സമീപനങ്ങളും അവർ എടുത്ത നടപടികളുമാണ് ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ മുഖ്യമന്ത്രിമാർ ആരാകണം എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എൽ എമാരാണ്. പക്ഷേ അന്ന് 1996 സി പി എം സ്വീകരിച്ച നടപടി ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ചത് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായ ഇ കെ നയനാരും സുശീല ഗോപാലനും തമ്മിൽ മത്സരം നടന്നു. അതിനുശേഷം സുശീല ഗോപാലൻ ഓരോ വോട്ടിന് പരാജയപ്പെട്ടു. പിന്നീട് ഇ കെ നയനാർ തലശ്ശേരിയിൽ നിന്ന് അവിടുത്തെ എം എൽ എ ആയിരുന്ന ആളെ രാജിവെപ്പിച്ച് മത്സരിച്ചു വിജയിച്ചു മുഖ്യമന്ത്രി. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എൽ എമാരെ ആയിരുന്നില്ല ആരാണ് മുഖ്യമന്ത്രി എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള അതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പിന് നിയോഗിച്ചത്, മറിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ആയിരുന്നു എന്നതാണ് അന്നത്തെ ഒരു വിരോധാഭാസമായി എനിക്ക് തോന്നുന്നത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തിട്ട എം എൽ എമാർ അവരുടെ അഭിപ്രായം സമന്വയിപ്പിക്കുന്നു. അവരിൽ ആരാണോ കൂടുതൽ ആരാണോ ഏത് എം എൽ എമാരാണോ മുഖ്യമന്ത്രി ആരാണെന്ന് നിർദ്ദേശിക്കുന്നത് അയാളെ മുഖ്യമന്ത്രിയാക്കുന്നു എന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് ഇവിടെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനാധിപത്യപരമായ സമീപനം സ്വീകരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ സി പി എമ്മിലെ സൈബർ ഇടങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം അത് അതികഠിനമായ രീതിയിലാണ് ഇനി നീണ്ട 5 വർഷങ്ങൾ തള്ളാണെന്നൊക്കെ. പക്ഷേ നമ്മൾ ചരിത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ സി പി എമ്മിൻ്റെ വിഭാഗീയതയുടെ അത്രയൊന്നും പോയിട്ടില്ല കോൺഗ്രസിനുള്ളിലെ വിഭാഗീയത എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം സി പി എം അതിൻ്റെ വിഭാഗീയതയുടെ പാരമ്യത്തിൽ അവരുടെ ഏറ്റവും പ്രമുഖ നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയുടെ സ്മാരകം ആലപ്പുഴയിൽ അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. സി പി എമ്മിലെ 2 ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പ് വിഭാഗീയതയുടെ ഭാഗമായിട്ട് ഒരു ഗ്രൂപ്പ് പി കൃഷ്ണപിള്ളയുടെ സ്മാരകം അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു പ്രവർത്തകന് ഇത്രയും ഗ്രൂപ്പിസവും തമ്മിൽ തല്ലലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെയോ രാജീവ് ഗാന്ധിയുടെയോ മഹാത്മാഗാന്ധിയുടെയോ ഒക്കെ ഈ സ്മാരകം, സ്തൂപം, ഓർമ്മസ്തംഭങ്ങൾ അടിച്ചു തകർക്കുന്നതിനെ പറ്റി ചിന്തിക്കുവാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ വെറുതെ പറയുന്നതാണെങ്കിൽ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട വിവരം കിട്ടും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് വി എസ് അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഈ സ്തൂപവുമായി ബന്ധപ്പെട്ട കേസുകളിൽ
അകത്തായിട്ടുണ്ട്. അവർ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പിന്നെ അവരെ കുറ്റവിമുക്തരാക്കി എന്നതും ഒക്കെ ഉണ്ട്. എങ്കിലും ഗ്രൂപ്പ് വിഭാഗീയതയുടെ പേരിലായി പരസ്പരം ആരോപണങ്ങൾ ഈ സുബുവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അത്രയൊന്നും വലിയ ഒരു ഗ്രൂപ്പിസം ഒരിക്കലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതും ഒരു വസ്തുതയായി നിലനിൽക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രിയുമായി പദവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കങ്ങൾ അത് ഒരു പരിധി കടന്നു പോകുന്നത് കോൺഗ്രസ്സിന് ഉപകാരപ്രദം ആകില്ല എന്നത് തന്നെയാണ് വാസ്തവം. എങ്കിലും കോൺഗ്രസ് കൂടുതൽ ജനാധിപത്യ സ്വഭാവം വെച്ചു പുലർത്തുന്നതുകൊണ്ട് അവരുടെ അണികൾക്കും നേതാക്കന്മാർക്കും അതുപോലെ സൈബർ ഇടങ്ങളിൽ ആളുകൾക്കുമൊക്കെ ആരാണ് മുഖ്യമന്ത്രിയാകണം എന്ന് അവരാഗ്രഹിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ സംസാരിക്കാൻ സൈബർ ഇടങ്ങളിലൊക്കെ പോസ്റ്റ് ഇടാനും ഒക്കെ അവകാശമുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ എന്നത് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ CPM-ൻ്റെ ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകധ്രുവത്തിന് ചുറ്റും കറങ്ങുന്ന ഒരു സംവിധാനമല്ല കോൺഗ്രസ് എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാവുന്നതുപോലെ പിണറായി വിജയൻ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു, ആദ്യത്തെ പിണറായി സർക്കാർ രണ്ടാമതും വരുവാൻ വേണ്ടി ഇലക്ഷൻ നേരിടുന്ന സമയത്ത് സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ പോലും മുഖ്യമന്ത്രി പദത്തിന് തന്നോടൊപ്പം അവകാശവാദം ഉന്നയിക്കുവാൻ സാധ്യതയുള്ള പലർക്കും സീറ്റ് നിഷേധിക്കുന്ന ഒരു സമ്പ്രദായം LDF-ലുണ്ടായി. തോമസ് ഐസക് ആയാലും G. സുധാകരനായാലും അങ്ങനെയുള്ള പ്രമുഖ നേതാക്കൾക്ക് ആർക്കും സീറ്റ് കൊടുത്തില്ല. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തൻ്റെ മുഖ്യമന്ത്രി പദത്തിന് നേരെ അവർ ഒരിക്കലും അവകാശവാദം ഉന്നയിക്കരുത് എന്ന് തന്നെയായിരുന്നു. അന്ന് പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് 2 ടേം പൂർത്തിയാക്കിയ ആളുകൾക്ക് സീറ്റ് കൊടുക്കില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 2026 ഇലക്ഷനിൽ 2 ടേമും 3 ടേമും ഒക്കെ പൂർത്തിയായ ആളുകൾക്കൊക്കെ സീറ്റ് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ CPM-ൽ അതൊന്നും ചോദിക്കുവാനും പറയുവാനും ആരും ഉണ്ടായില്ല. വർക്കല MLA-ക്കൊക്കെ നമ്മൾ സീറ്റ് കൊടുക്കുന്നത് കണ്ടാണ്. 2-മതോ 3-മതോ ഒക്കെയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അതുപോലെ 2026 ഇലക്ഷൻ വരുമ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിന് അദ്ദേഹത്തോടൊപ്പം തന്നെ അവകാശമുണ്ടായിരുന്ന ശൈലജ ടീച്ചറെ കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായ പേരാമ്പ്രയിലേക്ക് പേരാവൂരിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. അവിടെ അവർ പരാജയപ്പെട്ടു. കാരണം അന്ന് ന്യായങ്ങളൊക്കെ പറഞ്ഞത് പേരാവൂർ പിടിച്ചെടുക്കുവാനാണ് ശൈലജ ടീച്ചറെ നിയോഗിക്കുന്നത് എന്നായിരുന്നു. പക്ഷേ പേരാവൂർ ഇത്ര ഭംഗിയായി പിടിച്ചെടുക്കുവാൻ കഴിയുന്നത് പിണറായി വിജയനായിരുന്നു ശൈലജ ടീച്ചറേക്കാളും. പക്ഷേ അതൊന്നും ആയിരുന്നില്ല യാഥാർത്ഥ്യം. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുവാൻ നിയമസഭയിലുണ്ടാകരുത് എന്ന ഒരു ധാർഷ്ട്യം തന്നെയായിരുന്നു. അതാണ് പിണറായി വിജയനെ കൊണ്ട് ശൈലജ ടീച്ചറെ സണ്ണി വക്കീലിനെതിരെ മത്സരിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും കോൺഗ്രസിൽ ഇത്തരം പ്രവണതകളൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ്, ആ പ്രസ്ഥാനം കൂടുതൽ ജനാധിപത്യപരമായി നീങ്ങുന്നു എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായി എനിക്കെടുത്ത് പറയുവാനുള്ളത്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അണികളുമൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു പരിധി കടന്നു പോകുവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ്. 2-3 ദിവസങ്ങളിലുള്ളിലൊക്കെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ ഗവൺമെൻറ് അധികാരത്തിലെത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ ഒരുപക്ഷെ ഇത് തിരിച്ചടിയാകുവാൻ സാധ്യതയുണ്ട്. കാരണം ഒരവസരം തന്നതാണ് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് പടലപ്പിണക്കങ്ങളുടെ ഒരു പാരമ്യത 2001 കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചതാണ്. അതിനുശേഷം കോൺഗ്രസ് വളരെ നെക്കിയും നിരങ്ങിയുമൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. 2011 അധികാരത്തിൽ വരുമ്പോൾ പോലും വളരെ കുറച്ച് സീറ്റുകൾക്കാണ് കോൺഗ്രസ് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 63 സീറ്റൊക്കെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ലഭിക്കുന്നു. അത് നൽകിയ ജനങ്ങളോട് ഉത്തരവാദിത്വവും കടപ്പാടും ഒക്കെ കാണിക്കണം, നന്ദി കാണിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിസങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇത്രയും വേഗം പുതിയ ഭരണകൂടങ്ങൾ നിലവിൽ വരേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോയുമായി വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.